മമ്മി മേക്ക് ഓവറിന് വേണ്ടി ഡെലിവറി കഴിഞ്ഞ് വരുന്ന പേഷ്യൻസ് അവരെ ബാധിക്കുന്ന പല പ്രശ്നങ്ങളായിരിക്കാം. മിക്കവാറും അവരുടെ കൂടെ വരുന്ന അവരുടെ ഹസ്ബൻഡ് ആയിരിക്കാം, അല്ലെങ്കിൽ മദർ ആയിരിക്കാം, മദർ ഇൻ ലോ ആയിരിക്കാം. യൂഷ്വലി കാണുന്നതെന്ന് വെച്ചാൽ ഈ ഹസ്ബൻഡിനോ മദർ ഇൻ ലോയ്ക്കൊന്നും ഇതൊരു വലിയ പ്രശ്നമല്ല. കാരണം ഇത് പ്രഗ്നൻസി കഴിഞ്ഞാൽ മിക്ക ആൾക്കാർക്കും കുറച്ച് ബ്രസ്റ്റ് സാഗിങ് ഉണ്ടാവാം, വയറ് സാഗിങ് ഉണ്ടാവാം, അത് നോർമൽ അല്ലേ എന്നുള്ളൊരു ചിന്താഗതിയാണ്. എന്നാൽ ഈ പേഷ്യന്റിനെ അഫക്ട് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആയിട്ടായിരിക്കും. അത് അവർക്ക് മനസ്സിലാവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കാം. ആ പേഷ്യന്റിന് മെന്റലി അഫക്റ്റഡ് ആവാം, ഫിസിക്കൽ അവരുടെ ബോഡി ഇമേജ് അഫക്റ്റഡ് ആവാം, അല്ലെങ്കിൽ അവർക്ക് അത് കാരണമുള്ള കുറച്ച് ബോഡി ഏക്സോ ഷോൾഡർ പെയിൻ അങ്ങനത്തെ ഇഷ്യൂസ് പലതും വരാം. നമ്മൾ പലപ്പോഴും പേഷ്യന്റിനേക്കാളും കൂടുതൽ കൂടെ വരുന്ന ആൾക്കാരെ കൗൺസിൽ ചെയ്യേണ്ട ആവശ്യം വരാറുണ്ട്. ബ്രസ്റ്റ് സൈസ് കൂടി, അതെന്താ ഡോക്ടർ അതങ്ങനെയല്ലേ എന്ന് ചോദിക്കും. പക്ഷെ അത് കാരണം ഇവരനുഭവിക്കുന്ന ആ പെയിനും അതെല്ലാം അവർക്കേ അറിയുള്ളൂ. അപ്പോൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യണം, ബൈസ്റ്റാൻഡറിനെ എഡ്യൂക്കേറ്റ് ചെയ്യണം. ഇത് ആക്ച്വലി ഒരു ഇഷ്യൂ ആണ്, അത് കാരണം പല ഇഷ്യൂസ് വരാം. ഷോൾഡർ പെയിൻ, നെക്ക് പെയിൻ, ബാക്ക് പെയിൻ, ഹൈജീൻ ഇഷ്യൂസ്, ഇങ്ങനെ കുറേ സാധനങ്ങൾ വരാം. ഇത് കറക്റ്റബിൾ ആണ്, അതുകൊണ്ട് പല ഇഷ്യൂസ് വരാം. അപ്പോൾ ബൈസ്റ്റാൻഡേഴ്സിനാണ് നമ്മൾ സാറിന് കൂടുതൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്. ഇത് ആക്ച്വലി വാട്ട് ഷീ ഹാസ് കം വിത്ത്, അത് ആക്ച്വലി ഒരു ശരിക്കുള്ള ജെന്യുവിൻ കൺസേൺ ആണ്. അത് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് ചെയ്താൽ ആളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ആക്കാം എന്ന് എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കുകയാണ് നമ്മുടെ ജോലി.